എന്താണ് കുട്ടികൾ കാണപ്പെടുന്ന അനീമിയ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജൻ നമ്മുടെ അവയവങ്ങളിലേക്കും അതുവഴി ഓരോ കോശങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു പരിധിയിലധികം താഴുന്ന ഒരു സാഹചര്യത്തിൽ ആണ് നമ്മളതിനെ അനീമിയ എന്ന് പറയുന്നത്, മലയാളത്തിൽ വിളർച്ച എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഈ ഒരു പരിധിയിലധികം താഴുക എന്ന് പറയുന്നത് നമ്മൾ ഒരു ഏജ് അനുസരിച്ചും ജെൻഡർ അനുസരിച്ചും നമ്മൾ ഓരോ കട്ട് ഓഫുകൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും ജനറലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പൊതുവെ 11 ഗ്രാം പെർ ഡെസിലിറ്റർ ഹീമോഗ്ലോബിന് താഴെ വരുമ്പോഴും ഒരു അഡോളസെന്റ് കുട്ടികളിൽ സംബന്ധിച്ചിടത്തോളം 12 ഗ്രാം പെർ ഡെസിലിറ്ററിന് താഴെ വരുമ്പോഴുമാണ് നമ്മൾ പൊതുവെ അനീമിയ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു കട്ട് ഓഫ് പറയുമ്പോഴും ഇതിൽ താഴേക്ക് പോകും തോറും നമ്മൾ അതിനെ ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ട് മൈൽഡ് അനീമിയ, മോഡറേറ്റ് അനീമിയ, സിവിയർ അനീമിയ എന്നുള്ള തരത്തിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതാണ് പൊതുവിൽ നമ്മൾ അനീമിയ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്.